ഹായ്, ഈ വർഷത്തെ നീറ്റ് എക്സാമിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ പാർത്ഥിവിനോടൊപ്പമാണ് നമ്മളുള്ളത്. പാർത്ഥിവിനോടൊപ്പം പാർത്ഥിവിൻ്റെ കുടുംബവും നമ്മോടൊപ്പം ഉണ്ട്. പാർത്ഥിവിൻ്റെ ചങ്ങനാശ്ശേരിയിലെ വീട്ടിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാനായിട്ട് ഗ്രഹനാഥൻ തന്നെ അവരെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. സാർ പ്ലീസ്. നമസ്കാരം, ഞാൻ ഡോക്ടർ സഞ്ജീവ്, പാർത്ഥിവിൻ്റെ അച്ഛനാണ്. കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രിയിലെ ഡോക്ടറാണ്. ഇത് ഡോക്ടർ ഗീത, പാർത്ഥിവിൻ്റെ അമ്മ, പീഡിയാട്രീഷ്യനാണ്. മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്നു. പാർത്ഥിവിൻ്റെ ചേച്ചി നവമി ബ്രില്യൻറ്റിൻ്റെ ഒരു എക്സ് സ്റ്റുഡൻറ്റ് തന്നെയാണ്. 2015 സ്റ്റുഡൻ്റാണ്. ഇത് നവമിയുടെ ഹസ്ബൻഡ് കൃഷ്ണരാജും ബ്രില്യൻറ്റിലെ ഒരു സ്റ്റുഡൻ്റാണ്. 2008 ഒരു സ്റ്റുഡൻ്റാണ്. ഓക്കെ, അപ്പോൾ സാർ, ഇത്തവണ പാർത്ഥിവിന് വളരെ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾ പേരൻസിൻ്റെ ഒരു സന്തോഷം ഞങ്ങളോടൊപ്പം ഒന്ന് പങ്കുവയ്ക്കാമോ? ഞങ്ങളെ സംബന്ധിച്ചോളം വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇവൻ നല്ലൊരു മാർഗം മേടിക്കുന്നു, ഒരു ഉന്നത വിജയം കരസ്ഥമാക്കുന്നു എന്ന് പറയുന്നത് ഏത് മാതാപിതാക്കളെ സംബന്ധിച്ചോളം ഒരു സന്തോഷകരമായിട്ടുള്ളത്. അതിൽ നിന്ന് വിഭിന്നമല്ല, മാത്രമല്ല വളരെയേറെ തൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ നിന്ന് നമുക്ക് കിട്ടിയ പല സന്ദർഭങ്ങളിൽ കിട്ടിയ സപ്പോർട്ടുകൾ. പാർത്ഥിവ് 7ാം ക്ലാസ് തൊട്ട് ഫൗണ്ടേഷൻ കോഴ്സിന് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ വരുന്നതാണ്. അന്ന് തൊട്ട് അവന് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടത് 2 വിധത്തിലാണ്. ഒന്ന്, അവന് സയൻസ് എന്ന് പറയുന്നത്, സയൻസും മാത്തമാറ്റിക്സിനെ പറ്റിയുള്ള കൃത്യമായ ഒരു അവഗാഹം അവന് കിട്ടാൻ പറ്റി. അതേപോലെ തന്നെ ഈ കിട്ടിയൊരു ബെനിഫിറ്റ്, സബ്ജക്റ്റിന് കിട്ടിയേക്കുന്ന ബെനിഫിറ്റ് അവന് സ്കൂളിലെ പരീക്ഷകൾക്കും സ്കൂളിലെ പാഠങ്ങൾ പഠിക്കുന്നതിനും വളരെയേറെ പ്രയോജനം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്. അവന് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കാണെങ്കിലും ഒരു വിശ്വാസത്തോടെ പഠിക്കാനും മറ്റു കുട്ടികളുമായിട്ട് കൂട്ടുകൂടാനും എല്ലാത്തിനും അവന് ഇത് പ്രയോജനം ചെയ്തു എന്നുള്ളതിനകത്ത് നിസ്സംശയം എനിക്ക് പറയാം. പിന്നെ 11ാം 12ാം ക്ലാസ്സുകളിൽ അവൻ അവിടെ ചെന്നതിന് ശേഷം പ്ലാസിഡ് സ്കൂളിലാണ് അവന് ചേർന്നത്. അവിടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ കോച്ചിങ് ഉണ്ടായിരുന്നു. അത് വളരെയേറെ പ്രയോജനം ചെയ്തു. തീർച്ചയായിട്ടും ഈ ഉന്നത വിജയത്തിൻ്റെ ഒരു പ്രധാന ശില്പികൾ ബ്രില്യൻറ്റ് പാലാസ് സ്റ്റഡി സെൻറ്റർ തന്നെയാണ് എന്നുള്ളതിനകത്ത് നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും. പാർത്ഥിവിൻ്റെ അച്ഛൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. ഇനി നമുക്ക് പാർത്ഥിവിൻ്റെ അമ്മയോടും കൂടി ആ ഒരു വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. അമ്മ എങ്ങനെ കാണുന്നു പാർത്ഥിവിൻ്റെ ഒരു വിജയത്തെ? എന്തോരം സന്തോഷവതിയാണ് താങ്കൾ? വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു വിക്ടറി തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ക്ലാസ്സിലെ പോർഷൻസും നീറ്റ് എൻട്രൻസിനുള്ള പോർഷൻസും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റിയത് തീർച്ചയായിട്ടും ബ്രില്യൻറ്റിൻ്റെ ഒരു മികവ് തന്നെയാണ്. തിയറി ആസ് വെൽ ആസ് MCQs ഇത് രണ്ടും എങ്ങനെ കൊണ്ടുപോകണമെന്ന് അവരെ ഫൗണ്ടേഷനിൽ തന്നെ നല്ലപോലെ ട്രെയിൻ ചെയ്യിച്ചായിരുന്നു. അതുകൊണ്ട് വലിയ ആയാസമില്ലാതെ തന്നെ +1 +2 അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പം +1 +2 പഠനത്തോടൊപ്പം തന്നെയാണ് നമ്മൾ ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ് ഉണ്ട്. നമുക്കവിടെ സ്കൂൾ പഠനവും ഉണ്ട്, ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ്ങും ഉണ്ട്. അപ്പൊ പാർത്ഥിവ് അതെന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇപ്പം വരെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. രണ്ടും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് എല്ലാ ആഴ്ചകളും എക്സാമുകൾ, ഡയറക്ടേഴ്സിൻ്റെയൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, അപ്പം അതൊക്കെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് നിങ്ങളെ? തീർച്ചയായും അതിൽ നിന്നും ഒരുപാട് ഗൈഡൻസ് കിട്ടുകയും അതിനനുസരിച്ച് ഞങ്ങളതിന് മോഡിഫിക്കേഷൻസ് വരുത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. അതായത് നമുക്കിപ്പം അറിയാം, കോവിഡിൻ്റെയൊക്കെ ഒരു സാഹചര്യം വന്നു. അപ്പോൾ പാർത്ഥിവ് പഠിച്ച സമയത്ത് +1 പഠിച്ച സമയത്ത് ഓഫ്ലൈനായിട്ടും +2 വന്ന സമയത്ത് ഓൺലൈനുമായിട്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രില്യൻറ്റ് അത് ആ ഓൺലൈനിൻ്റെ സാഹചര്യം മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ഓൺലൈനിലെ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ ആ ഒരു ഓഫ്ലൈനും ഓൺലൈനിലും എങ്ങനെ പാർത്ഥിവിൻ്റെ പഠനത്തെ എങ്ങനെ മുൻപോട്ട് നയിക്കാൻ സഹായിച്ചു? തീർച്ചയായിട്ടും തുടക്കത്തിൽ കുറച്ച് ആങ്സൈറ്റി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇത് തമ്മിൽ, ഓഫ്ലൈൻ ഓൺലൈൻ തമ്മിൽ യാതൊരു വ്യത്യാസവും ഞങ്ങൾക്ക് തോന്നിയിരുന്നില്ല. പോർഷൻസ് എല്ലാം കൃത്യസമയത്തും അതിനു മുന്നേ തന്നെ അത് കംപ്ലീറ്റ് ആക്കുകയും വളരെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഓഫ്ലൈൻ ആണ് ഓൺലൈൻ ആണ് എന്നുള്ളൊരു വ്യത്യാസമേ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത്തവണത്തെ നീറ്റ് എക്സാമിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ പാർത്ഥിവിൻ്റെ കുടുംബത്തോടൊപ്പം ഞങ്ങളും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു. ഞങ്ങളെ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.